അതിൻ്റെ ബാക്കിയുള്ള കരച്ചിലും പരിപാടികളുമൊക്കെയായി ഒരുവിധം കഷ്ടപ്പെട്ടാണ് ഞാൻ ഇന്നലെ അവളെ ഉറക്കിയത്. കുറച്ച് നേരം കൂടി കിടന്നോട്ടെ, ഞാനും ലേറ്റായാണ് ഉറങ്ങിയത്. നീ എന്നെയും ശല്യം ചെയ്യരുത്. ഓഫീസിൽ പോയിട്ട് വൈകുന്നേരം വാ, എല്ലാം വിശദമായിട്ട് പറയാം. അവൾക്ക് തിരിച്ചൊരു ചോദ്യത്തിന് ഇട കൊടുക്കാതെ സാക്ഷി പുതപ്പ് തലവഴി മൂടി. ഇനി അവളോട് പ്രത്യേകിച്ചൊന്നും ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് അറിയുന്നതിനാൽ അതിഥി കുളിച്ച് റെഡിയായി ഓഫീസിലേക്ക് ഇറങ്ങി. കഴിഞ്ഞ ദിവസത്തെ ഒരുപാട് പെൻഡിങ് വർക്കുകൾ ഉണ്ടായിരുന്നതിനാൽ ലഞ്ച് ടൈമിൽ കണ്ടതല്ലാതെ ആദിയോടും ഗീതു ചേച്ചിയോടുമൊന്നും കാര്യമായി സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഓഫീസിൽ നിന്നിറങ്ങാൻ 8 മണി കഴിഞ്ഞതിനാൽ ശരണിനോട് കാത്തു നിൽക്കേണ്ടെന്ന് പറഞ്ഞ് അവൾ ഹോസ്റ്റലിലേക്ക് ഓട്ടോ വിളിച്ചു. റൂമിൽ കയറാതെ അവൾ നേരെ ദേവുവിൻ്റെ മുറിയിലെത്തി വാതിലിൽ കൊട്ടി. ഇതെന്തു കോലമാണ് ദേവു? നീ ഇന്ന് കോളേജിൽ പോയില്ലേ? ക്ഷീണിച്ച് അവശയായ ദേവുവിൻ്റെ മുഖം പിടിച്ചുയർത്തി അതിഥി ചോദിച്ചു. എനിക്ക് പേടിയാ ചേച്ചി, അവൻ എന്നെ കൊല്ലും. അവൾ അതിഥിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കൊല്ലാനോ? നീ എന്തായി പറയുന്നേ? അതിഥിക്ക് കാര്യം മനസ്സിലായില്ല. അവനുമായി ഇനി ഒരു ബന്ധത്തിനും താല്പര്യമില്ലെന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു. ആദ്യം 2 ദിവസം ഒരുപാട് കരഞ്ഞും മാപ്പ് പറഞ്ഞുമൊക്കെ വന്നു. ഇനി ഇതൊന്നും ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞു. ഞാനില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് കൈയൊക്കെ മുറിച്ച് കാണിച്ചു. എന്നിട്ടും എൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല എന്ന് കണ്ടപ്പോൾ കൊല്ലും, ആസിഡ് ഒഴിക്കും എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്നത്. അങ്ങനെ അവനെ തേച്ചിട്ട് ഞാൻ സന്തോഷമായി ജീവിക്കേണ്ട എന്ന് പറഞ്ഞ ബഹളം. കഴിഞ്ഞ ദിവസം അവൻ ഹോസ്റ്റലിൻ്റെ മുന്നിൽ വന്ന് കുറേ എന്നെ ചീത്ത വിളിച്ചു. വാർഡൻ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് പോയത്. അവന് വാശിയാ. ചേച്ചി, പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യും. ഇത്രയും നടന്നിട്ട് നിങ്ങളെന്താ എന്നോട് ഒരു വാക്ക് പറയാഞ്ഞത്? ഞാനാ ശരൺ ചേട്ടനോടും സാക്ഷി ചേച്ചിയോടും പറഞ്ഞത് ഒന്നും പറയണ്ട എന്ന്. നാട്ടിൽ പോയിട്ട് കുറച്ച് സമാധാനത്തോടെ ഇരുന്നോട്ടെ എന്ന് കരുതി. ദേവു, നീ പേടിക്കാതെ, നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. പിന്നെ ഈ പറയുന്ന പോലെ കൊല്ലാനുള്ള ധൈര്യമൊന്നും അവനില്ല. ഇങ്ങനെ പറഞ്ഞു നടക്കുന്നവർ ഒരിക്കലും അത് ചെയ്യത്തുമില്ല. അവനും ഇല്ലേ കുടുംബം? എന്തോ ഓർത്തില്ലെങ്കിലും അവൻ അതോർക്കും. പക്ഷേ അവനെ പേടിച്ച് നമുക്ക് ജീവിക്കാതിരിക്കാൻ പറ്റുമോ? പക്ഷേ ബാംഗ്ലൂർ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. ചിലപ്പോൾ നമ്മളെ പിടിച്ച് ജയിലിലിടും അവർ. നിനക്കിപ്പോൾ സ്റ്റഡി ലീവില്ലേ? കുറച്ചു കാലം നാട്ടിൽ പോയി നിൽക്കേ. തൽക്കാലം അവൻ്റെ ഈ ദേഷ്യമൊന്നും അടങ്ങുന്നതുവരെ. നാട്ടിൽ ഞാൻ പോയില്ല ചേച്ചി. എന്നെ കണ്ടാൽ അച്ഛനും അമ്മയ്ക്കും സംശയം തോന്നും. എനിക്കവരെ വേദനിപ്പിക്കാൻ വയ്യ. തൽക്കാലം നീ ഇവിടെ ഇരുന്ന് പഠിക്കേ. അടുത്ത ആഴ്ചയിലെ എക്സാം, ഞങ്ങൾ കൊണ്ടുപോകാം. അവൻ എന്താ ചെയ്യുന്നു നോക്കാമല്ലോ. നീ ഇത്രയും കഷ്ടപ്പെട്ട് പൈസ മുടക്കി ഇവിടെ പഠിക്കാൻ വന്നത് ഇവനെ പേടിച്ച് ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ടല്ല. നല്ല കുട്ടിയായിട്ട് പോയി കുളിച്ചു വാ. നമുക്കിന്ന് പുറത്തു പോയി ഫുഡ് കഴിക്കാം. ഞാൻ സാക്ഷിയെയും വിളിക്കട്ടെ. അതിഥി അവളുടെ കവിളിൽ ഉമ്മ വെച്ച് സാക്ഷിയെ വിളിക്കാൻ താഴേക്കിറങ്ങി. എത്രയോ ദിവസത്തിന് ശേഷം ഇന്നാണ് ദേവു ഒന്ന് ചിരിച്ചു കാണുന്നത്. എന്ത് കഷ്ടമാ ആ കുട്ടിയുടെ അവസ്ഥ. ഒന്ന് സ്നേഹിച്ചു പോയി എന്നുള്ളതുകൊണ്ട് ജീവൻ പോലും ഇല്ലാതാകുമെന്ന് പേടിച്ച് ജീവിക്കേണ്ടി വരുന്നൊരവസ്ഥയില്ലേ? അതൊന്നും ആർക്ക് പറഞ്ഞ് മനസ്സിലാവില്ല. ഭക്ഷണം കഴിച്ച് റൂമിലെത്തി ഡ്രസ്സ് മാറുന്നതിനിടെ സാക്ഷി പറഞ്ഞു. എല്ലാ കാമുകന്മാരും സിദ്ധിനെ പോലെ നല്ലവരാകില്ലല്ലോ. ഇനി ജീവിതത്തിൽ ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ അവൾ 1000 വട്ടം ആലോചിക്കും. ഇനി അവൾക്ക് ഒരാളെ സ്നേഹിക്കാൻ കഴിയുമോ എന്ന് പോലും എനിക്ക് സംശയമാണ്. അത്രയ്ക്ക് ട്രോമയുണ്ട് ആ കുട്ടിക്ക്. അതിഥി വിഷമത്തോടെ സാക്ഷിയുടെ ബെഡിൽ വന്നിരുന്നു. എടോ, എത്ര കാലമായി നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ട്? നമുക്കിന്ന് ഒരുമിച്ച് സിനിമ കണ്ടാലോ? എനിക്ക് പുതിയ ഗോസ്റ്റ് പടം കിട്ടിയിട്ടുണ്ട്. സാക്ഷി ലാപ്ടോപ്പ് എടുത്തു. സെറ്റ്, ഞാൻ റെഡി. അതിഥി ലൈറ്റ് ഓഫ് ചെയ്ത് ചിപ്സും പലഹാരങ്ങളും എടുത്ത് പടം കാണാൻ റെഡിയായി. പടം കണ്ട് എപ്പോഴാണ് ഉറങ്ങിയതെന്ന് ഓർമ്മയില്ല. തുടർച്ചയായി ഫോൺ അടിക്കുന്നത് കേട്ട് അവൾ പാതി ഉറക്കത്തിൽ ഫോൺ തപ്പി. ശരണിൻ്റെ കോളാണ്. സമയം 4 മണിയാവുന്നതേ ഉള്ളൂ. അവനെന്താണ് ഈ സമയത്ത്? അവൾ അല്പം പേടിച്ച് ഫോൺ എടുത്തു. ഈ സമയത്തൊക്കെ പ്രിയപ്പെട്ടവരുടെ ഫോൺ കോൾ വന്നാൽ ഉള്ളിലൊരു ആധിയാണ്. അതിഥി, നീ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. സാക്ഷിയെ ഉണർത്തണ്ട. നീ പുറത്തേക്ക് വാ. ഞാൻ ഹോസ്റ്റലിന് പുറത്തുണ്ട്. നമുക്ക് ഒരു സ്ഥലം വരെ പോകാം. അവൾ കാര്യം ചോദിക്കുന്നതിന് മുൻപേ അവൻ ഇങ്ങോട്ട് കയറി പറഞ്ഞു. നിനക്കെന്താ വട്ടാണോ? സമയം എന്തായെന്നറിയാവോ? അവൾ ഉറക്കം മാറാതെ കണ്ണു തിരുമ്മി. ഇറങ്ങി വരിക എന്നതല്ലാതെ നിനക്ക് വേറെ ചോയ്സ് ഒന്നുമില്ല. നീ വരാതെ ഞാൻ എവിടെയും പോകില്ല. എത്ര പെട്ടെന്ന് വരുന്നോ അത്രയും പെട്ടെന്ന് നമുക്ക് പോകാം.
അവനോട് തർക്കിച്ചിട്ട് കാര്യമില്ലെന്ന് നന്നായി അറിയുന്നതിനാൽ അവൾ മുഖം കഴുകി ഡ്രസ്സുമായി സാക്ഷിയെ ഉണർത്താതെ മുറി പൂട്ടി മതിലും ചാടി പുറത്തെത്തി. വേഗം കയറിക്കോ, സമയമില്ല, ഇപ്പോൾ പോയാലേ സമയത്ത് എത്തുള്ളൂ. പിന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും ചോദിക്കണ്ട, അവിടെ എത്തുമ്പോൾ പറഞ്ഞാൽ മതി. നിനക്കെന്തായാലും ഇഷ്ടമാകും. അവൻ കയ്യിൽ കരുതിയ ഹെൽമറ്റ് അവൾക്ക് നീട്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പണ്ടിങ്ങനെ ഒരു ചായ കുടിക്കാൻ നീ ഇറങ്ങി വന്നില്ലായിരുന്നുവെങ്കിൽ നമുക്കിതൊക്കെ മിസ്സായാനല്ലേ? അവൻ്റെ അരയിൽ ചുറ്റിപ്പിടിച്ച അവളുടെ കയ്യിൽ അവൻ മുറുക്കെ പിടിച്ചു. നമ്മൾ വല്ല കാട്ടിലേക്കോ മലയിലേക്കോ ആണോ പോകുന്നേ? 1.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഒരു ചെക്ക് പോസ്റ്റിൽ വണ്ടി നിർത്തിയപ്പോൾ ചുറ്റും മഞ്ഞു കൂടിക്കിടന്ന വലിയ മലകൾ നോക്കി അവൾ ചോദിച്ചു. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ബൈക്കിന് പുറകിൽ തണുത്തു വിറച്ചിരുന്ന അവൾ അതിന് മറുപടി പറയാതെ അവനെ ഒന്നുകൂടെ കെട്ടിപ്പിടിച്ചു. പാർക്കിങ്ങിൽ വണ്ടി നിർത്തി വെളിച്ചം വീഴാത്ത കല്ലും മണ്ണും പാറയും നിറഞ്ഞ വഴിയിലൂടെ അവൻ അവളുടെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു. ഇനി ഒരുപാട് പോകാനുണ്ടോ? മല കയറി ക്ഷീണിച്ച് കിതപ്പോടെ അവൾ അവിടെ കണ്ട ഒരു മരത്തിൽ ചാരി നിന്നു. ഞാൻ എടുക്കണോ? അവളെ എടുത്തു പൊക്കാൻ വന്ന അവനെ തള്ളി മാറ്റി അവൾ മുന്നിലോട്ടോടി. പാറയുടെ ഏറ്റവും മുകളിലെത്തി താഴോട്ട് നോക്കിയപ്പോൾ മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചം പോലെ തിളങ്ങുന്ന ബാംഗ്ലൂർ നഗരം കണ്ട് അതിശയത്തോടെ അവൾ ശരണിനെ തിരിഞ്ഞു നോക്കി. ഇതാണ് നന്ദി ഹിൽസ്. നീ പണ്ട് ഡയറിയിൽ മഹാദേവനോട് പറഞ്ഞില്ലേ, അവൻ്റെ കൈ പിടിച്ച് ബാംഗ്ലൂർ നഗരം ഉറങ്ങുമ്പോഴും ഉണരുന്നതും നോക്കി കാണണമെന്ന്? തൽക്കാലം എൻ്റെ കൈ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. പക്ഷേ നീ കാണാൻ ആഗ്രഹിച്ച ആ കാഴ്ച അത് ഇവിടെ കിട്ടും. സന്തോഷത്തിൽ നിറഞ്ഞ കണ്ണുകൾ അവൾ 2 കൈകൊണ്ടും പൊത്തിപ്പിടിച്ചു. എടോ, നിൻ്റെ ഈ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുമ്പോൾ എനിക്കെന്ത് സന്തോഷമാണെന്നറിയുമോ? എനിക്ക് നിനക്കിങ്ങനെ ഒരുപാട് സർപ്രൈസ് തരണം. എൻ്റെ കുട്ടിയെ എപ്പോഴും ഇങ്ങനെ സന്തോഷമായിട്ട് കാണണം. അവൻ അവളെ മുറുക്കെ കെട്ടിപ്പിടിച്ചു. ഇനി കുറച്ചു നേരം കൂടെ കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കും. അപ്പോൾ നമുക്ക് തൊടാൻ കഴിയുന്ന ദൂരത്തിൽ താഴെ മേഘങ്ങൾ വന്നു നിൽക്കും. പാറമേൽ അവൻ്റെ നെഞ്ചിൽ തലചായ്ച്ചിരുന്ന അതിഥിയുടെ മുഖം അവൻ പിടിച്ചുയർത്തി. ഒരു നിമിഷം അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കി. നെറ്റിയിൽ ഉമ്മ വെക്കാൻ വന്ന അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് ചേർത്ത് നിർത്തി അവൾ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. അവനോട് ചേർന്നിങ്ങനെ ഇരിക്കുമ്പോൾ ചുറ്റുമുള്ള ലോകം മുഴുവൻ ഇല്ലാതാകുന്നത് പോലെ തോന്നും. സ്നേഹത്തിന് മാത്രം തരാൻ കഴിയുന്ന ഒരു മാജിക്. രണ്ടാൾക്കും 10 മണിക്ക് ഓഫീസിൽ കയറേണ്ടതിനാൽ മനസ്സില്ലാ മനസ്സോടെ സൂര്യോദയം കണ്ട് അവർ തിരിച്ചിറങ്ങി. ഓഫീസിലെ 1 വർഷത്തെ പെർഫോമൻസ് റിപ്പോർട്ട് തയ്യാറാക്കലും മീറ്റിങ്ങുകളുമൊക്കെയായി അതിഥി ഒരാഴ്ച നല്ല തിരക്കിലായിരുന്നു. അങ്ങോട്ട് കാണാനേയില്ല എന്ന ആൻറ്റിയുടെ പരാതി തീർക്കാൻ വെള്ളിയാഴ്ച ഓഫീസിൽ നിന്നിറങ്ങി അവൾ നേരെ അങ്ങോട്ട് പോയി. ശാലു പരീക്ഷ കഴിഞ്ഞു വന്ന് നല്ല ഉറക്കത്തിലായിരുന്നു. അവളെ ഉണർത്താതെ ആൻറ്റി ഉണ്ടാക്കിയ ചൂടുള്ള ഉഴുന്നുവടയും ചായയും എടുത്ത് അതിഥി ബാൽക്കണിയിൽ പോയിരുന്നു. അമ്മു, ഞാനൊരു വക്കീലിനെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. ലീഗൽ കാര്യങ്ങളൊക്കെ അവർ നോക്കാമെന്ന് പറഞ്ഞു. കുറച്ച് ക്യാഷ് ചിലവാകും. എൻ്റെ കയ്യിൽ കുറച്ച് ഗോൾഡ് ഉണ്ട്, അത് വിൽക്കാം. പിന്നെ നാട്ടിലൊരു ടീച്ചിങ് ജോലിയും ശരിയായിട്ടുണ്ട്. 3 മാസം കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാം. ശാലുവിനും കാര്യങ്ങൾ എല്ലാം ഓക്കെ ആണെന്ന് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഒരു 3 മാസം കൂടിയേ ഞാനിവിടെ കാണൂ. നാട്ടിൽ പോയ ശേഷം ഡിവോഴ്സ് നോട്ടീസ് അയക്കും. ഇവിടുന്ന് എന്തെങ്കിലും ചെയ്താൽ അത് പിന്നെ വലിയ വഴക്കാവും. കറിവേപ്പില ചെടിയുടെ വാടിയ ഇതളുകൾ പറിച്ചു മാറ്റുന്നതിനിടെ ആൻറ്റി പറഞ്ഞു. ആൻറ്റി സീരിയസ് ആയിട്ടാണോ ഈ പറയുന്നേ? വീട്ടിൽ എല്ലാവരും എന്തു പറഞ്ഞു? മോൾ ഈ വയസ്സാം കാലത്ത് വീട്ടിൽ വന്നു നിന്നാൽ അവർക്ക് അഭിമാന പ്രശ്നമാണത്രേ. പിന്നെ ഭാവിയിൽ എൻ്റെ ഉത്തരവാദിത്വം ചേട്ടൻ ഏറ്റെടുക്കേണ്ടി വരുമോ എന്ന പേടിയും. അതുകൊണ്ട് വീട്ടിലേക്ക് ഞാൻ പോണില്ല. ഒരു വാടക വീട് നോക്കിയിട്ടുണ്ട്, അവിടേക്ക് മാറണം. എനിക്കറിയാം, സ്നേഹമോ അംഗീകാരമോ പണമോ ഒന്നുമില്ലാത്ത ഒരു പോയിന്റിൽ നിന്ന് വീണ്ടും എല്ലാം തുടങ്ങണമെന്ന്. പക്ഷേ അത് ഭയന്ന് ഈ നശിച്ച ജീവിതം തന്നെ ജീവിച്ചിട്ട് എന്ത് കാര്യമുള്ളേ? ഒന്നുമില്ലെങ്കിലും മരിക്കുന്നതിന് മുമ്പ് എനിക്ക് വേണ്ടി എനിക്കിഷ്ടമുള്ള പോലെ സമാധാനത്തോടെ കുറച്ചു കാലം ജീവിക്കാമല്ലോ. ആൻറ്റിയുടെ തീരുമാനം എന്തായാലും ഞാൻ കൂടെ ഉണ്ടാകും. ഒരിക്കലും ഒറ്റയ്ക്കായി എന്ന് തോന്നണ്ട. അവൾ ആൻറ്റിയെ ചേർത്ത് പിടിച്ചു. അവിടെ നിന്നിറങ്ങി ഹോസ്റ്റലിലേക്ക് നടക്കുമ്പോൾ ആൻറ്റി ജീവിതത്തിലെടുത്ത ഏറ്റവും നല്ല തീരുമാനം ഇതാണെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ബന്ധങ്ങൾ തുടങ്ങുന്നത് പോലെ അവസാനിപ്പിക്കുന്നതും നോർമലായ ഒരു കാര്യമായി സമൂഹം കണ്ടിരുന്നെങ്കിൽ ദാമ്പത്യത്തിൽ നിന്നും സന്തോഷം തേടി പലർക്കും മറ്റൊരാളോടൊപ്പം ഒളിച്ചോടേണ്ടി വരില്ലായിരുന്നു. ദേവുവിന് തേപ്പുകാരി എന്ന പേര് ഭയന്ന് ഇത്രയും കാലം അവനെ സഹിക്കേണ്ടി വരില്ലായിരുന്നു. ആരായാലും ബന്ധം തുടങ്ങാൻ ഒരു കാരണമുണ്ടെങ്കിൽ അവ നശിപ്പിക്കാനും ഒരു കാരണമുണ്ടാകും.
ഇഷ്ടമുള്ള ഒരാൾ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് നമുക്ക് വേദന തന്നെയാണെങ്കിലും അതേ ഇഷ്ടത്തോടെ അവരുടെ തീരുമാനങ്ങളെ മാനിക്കാനും നാം എന്നാ പഠിക്കുന്നത്? രണ്ടുപേർ ബന്ധം അവസാനിപ്പിക്കുന്നുവെന്നത് തീർത്തും നെഗറ്റീവായതോ അല്ലെങ്കിൽ ഒരു ക്രൈമായോ ആണ് ആളുകൾ കാണുന്നത്. ആ കാഴ്ചപ്പാടിൽ തന്നെ മാറ്റം വരേണ്ടതുണ്ട്. ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് സന്തോഷമായിരിക്കൂ എന്നാശംസിച്ച് രണ്ടുപേരെ ബന്ധങ്ങളിലേക്ക് പറഞ്ഞു വിടുന്നതോടൊപ്പം ഒത്തുപോകാൻ കഴിയാതെ വരുമ്പോൾ ഇറങ്ങി വരാനും അങ്ങനെ വരുമ്പോൾ അവരുടെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാതെ ചേർത്ത് നിർത്താനും നമുക്ക് കഴിയണം. രണ്ടുപേർ വേർപിരിയുമ്പോൾ പുതിയൊരു ജീവിതം കൂടിയാണ് അവർക്ക് മുമ്പിൽ തുറന്നു കിട്ടുന്നത്. അതെ, ഒത്തുചേരൽ പോലെ എല്ലാ വേർപിരിയലുകളും മനോഹരമാണ്. കാലം ജീവിച്ച ഒരു ജീവിതം അത് തരുന്ന ഒരു കംഫർട്ട് സോൺ. അതിൽ നിന്ന് പുറത്തു വരാൻ പലരും മടിക്കുന്നത് കൊണ്ടാണ് സഹിച്ചും ക്ഷമിച്ചും കരഞ്ഞുമൊക്കെ ജീവിതം ജീവിച്ചു തീർക്കേണ്ടി വരുന്നത്. ഒരു മനുഷ്യന് ഏറ്റവും വിശ്വാസമില്ലാത്തത് അവനെ തന്നെയാണ്. സ്വയം വിശ്വസിക്കാൻ നമ്മൾ പഠിച്ചിരുന്നെങ്കിൽ എന്നേ വേദനകളിൽ നിന്നെല്ലാം സുഖമായി ഇറങ്ങി വരാൻ കഴിഞ്ഞേനെ എന്നവൾക്ക് തോന്നി. അതിഥി, നീ ഫോൺ ഡെസ്കിൽ വെച്ചിട്ടാണ് വന്നത്? കുറേ നേരമായി കിടന്നിറങ്ങി ചെയ്യുന്നുണ്ട്. കഫേയിൽ ആദിക്കൊപ്പം ചായ കുടിച്ചുകൊണ്ടിരുന്ന അതിഥിക്കടുത്തേക്ക് ഗീതു ചേച്ചി ഒരു കസേര വലിച്ചിട്ടിരുന്നു. അയ്യോ, ഫോൺ എടുക്കാൻ മറന്നു, മീറ്റിംഗ് വല്ലതും ഉണ്ടാവും. അവൾ ആറിയ ചായ ഒറ്റ വലിക്ക് കുടിച്ച് ഡെസ്കിലേക്ക് ഓടി. ഫോണിൽ കണ്ണൻ്റെ 20-ൽ കൂടുതൽ മിസ് കോൾ ഉണ്ടായിരുന്നു. ഇവനെന്തിനാ ഇങ്ങനെ കിടന്ന് വിളിക്കുന്നത്? അവൾ തിരിച്ച് ഡയൽ ചെയ്തു. ചേച്ചി, ഇവിടെ ആകെ പ്രശ്നമായി. അമ്മ ഞാനും നിഹാനും തമ്മിലുള്ള കാര്യമൊക്കെ അറിഞ്ഞു. എനിക്കെന്താ ചെയ്യേണ്ടേ? എനിക്ക് പേടിയാവുന്നു. കരഞ്ഞു ക്ഷീണിച്ച ശബ്ദത്തിൽ അവൻ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. എന്ത്? അമ്മായി എങ്ങനെ അറിഞ്ഞു? അതിഥിയും ചെറുതായൊന്ന് ഞെട്ടി. അമ്മയ്ക്കെന്തോ ഡാറ്റ എൻട്രി ചെയ്യാൻ ലാപ്ടോപ്പ് വേണമെന്ന് പറഞ്ഞ് ഞാൻ ലാപ്പ് ഓണാക്കി കൊടുത്ത് പുറത്തു പോയി. തിരിച്ചു വന്നപ്പോൾ അമ്മ എൻ്റെ മുഖത്തടിച്ചു. ലാപ്ടോപ്പിൽ ഞങ്ങളുടെ കുറേ പേഴ്സണൽ ഫോട്ടോസ്, വീഡിയോസ് എല്ലാം ഉണ്ടായിരുന്നു. എന്നോട് സംസാരിക്കാൻ അമ്മ റെഡി ആവുന്നില്ല. കരഞ്ഞുകൊണ്ട് റൂമിലിരിക്കുക. അച്ഛൻ ഇവിടെ ഇല്ല, നാളെ വരും. അപ്പോൾ അമ്മ എല്ലാം പറയും. അതോടെ എൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും. ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ സൂക്ഷിക്കണമെന്ന്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? അമ്മാവൻ അറിഞ്ഞാൽ എന്താ ഉണ്ടാകാൻ പോകുന്നതെന്ന് നിനക്കറിയാലോ. നിന്നെയും കൊല്ലും, അവനെയും കൊല്ലും. എനിക്കറിയാം ചേച്ചി, എനിക്ക് അവനില്ലാതെ പറ്റില്ല. ഞാൻ അവനെ വിളിച്ചെല്ലാം പറഞ്ഞു. തൽക്കാലം കുറച്ചു കാലം മാറി നിന്നാലോ എന്നാണ് അവൻ പറഞ്ഞത്. ഇതിൻ്റെ ചൂടെല്ലാം ഒന്ന് ഒതുങ്ങുമ്പോൾ തിരിച്ചു വരാലോ. എങ്ങോട്ട് മാറി നിൽക്കാൻ? നിങ്ങൾ എങ്ങനെ ജീവിക്കും? അതിഥിക്ക് പെട്ടെന്ന് ഇതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടായില്ല. ഞങ്ങൾ രണ്ടുപേരും എൻജിനീയറിംഗ് കഴിഞ്ഞതാ. അത്യാവശ്യം മാർക്കുണ്ട്. എന്തെങ്കിലും ജോലി കിട്ടാതിരിക്കുകയില്ല. കുറച്ചു കാലം എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കും. ഞാൻ ഇന്ന് രാത്രി ഇവിടെ നിന്ന് ഇറങ്ങും. അല്ലെങ്കിൽ ഞാൻ ഈ വീടിൻ്റെ മുറ്റം പോലും കാണിയല്ല. അച്ഛൻ അറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ബഹളങ്ങൾ നന്നായി അറിയുന്നതുകൊണ്ടാവാം സംസാരിക്കുമ്പോൾ അവൻ്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. കണ്ണാ, നീ ഒന്ന് അടങ്ങ്. നീ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാൽ എനിക്കെന്ത് സമാധാനമാണോ ഉണ്ടാവുക? ഞാൻ എന്തേലും വഴിയുണ്ടോയെന്ന് നോക്കട്ടെ. ഒരു 10 മിനിറ്റ് താ. ഫോൺ കട്ട് ചെയ്തപ്പോൾ മനസ്സിൽ വന്ന മുഖം ലയയുടേതാണ്. ലയയ്ക്ക് കണ്ണൻ്റെ കാര്യം അറിയാം. തൽക്കാലം ഡൽഹിയിൽ അവളുടെ അടുത്തേക്ക് ഇവരെ മാറ്റുന്നതാകും നല്ലത് എന്നവൾക്ക് തോന്നി. ലയയെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർക്ക് താമസ സൗകര്യവും ജോലിയും സെറ്റ് ചെയ്യാമെന്ന് ലയയും മെൽവിനും ഉറപ്പ് പറഞ്ഞു. കണ്ണാ, നീ ഇന്ന് രാത്രി തന്നെ അമ്മായി കാണാതെ ഇറങ്ങിക്കോ. ലയയുടെ നമ്പറും അഡ്രസ്സും ഞാൻ വാട്സാപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ എത്തിയിട്ട് വിളിച്ചാൽ അവർ പിക്ക് ചെയ്തോളും. നിഹാലിനെ വിളിച്ച് കാര്യം പറ. നീ ധൈര്യമായിട്ടിരിക്കുക, ചേച്ചി കൂടെയുണ്ട്. കണ്ണനെ വിളിച്ച് ആശ്വസിപ്പിച്ച് കാര്യമെല്ലാം പറഞ്ഞ് അവൾ ഓഫീസിൽ നിന്നും നേരത്തെ ഇറങ്ങി. എടോ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട. ചിലപ്പോൾ അമ്മായി ഒന്നും പറയില്ലായിരിക്കും. ഇനി പറഞ്ഞാലും ഒരുപക്ഷെ അവർക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചേക്കും. നമ്മൾ പഴഞ്ച നൂറ്റാണ്ടിലൊന്നും അല്ലല്ലോ. ഒരു ഗേ റിലേഷൻഷിപ്പൊക്കെ അംഗീകരിക്കാൻ കുടുംബത്തിന് കഴിയും. ചായ പറഞ്ഞിട്ട് അത് കുടിക്കാതെ വിരൽ ഞൊടിച്ച് എന്തോ ആലോചിച്ചു കൊണ്ടിരുന്ന അതിഥിയെ ശരൺ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. നിനക്കെൻ്റെ നാടിനെയും വീടിനെയും കുറിച്ച് അറിയാഞ്ഞിട്ടാ. അബുദാബി അല്ല കേരളം. അത് വിട്. ഇനി ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്കും അറിയാം. നിനക്കെന്താ പറ്റിയേ? മുഖത്തെന്താ ഒരു വാട്ടം? ഒരു എനർജി ഇല്ലല്ലോ. അവൾ അവൻ്റെ മുടിയിൽ തള്ളോടിക്കൊണ്ട് ചോദിച്ചു. അതൊന്നും ഇല്ലടോ. അവിടെ ബിസിനസ്സിൽ എന്തൊക്കെയോ പ്രശ്നം. ഇന്ന് അച്ഛൻ വിളിച്ച് ഒരുപാട് സംസാരിച്ചു. അച്ഛൻ പൊതുവേ നല്ല സ്ട്രോങ്ങാ. എന്നെപ്പോലെ എപ്പോഴും ചിരിച്ച് കളിച്ച് നടക്കും. അച്ഛൻ എത്ര വിഷമിച്ച് ഞാൻ കണ്ടിട്ടില്ല. അമ്മയെ വിളിച്ചപ്പോൾ ഒരാഴ്ചയായി എന്തോ ടെൻഷനിലാണെന്ന് പറഞ്ഞു. കാര്യം ചോദിച്ചിട്ട് അച്ഛനൊന്നും പറഞ്ഞതുമില്ല. അച്ഛനെ ഇങ്ങനെ സങ്കടപ്പെട്ട് കാണുമ്പോൾ
എന്തോ പോലെ. അവൻ ചായ ക്യാഷ് കൊടുത്ത് ഹെൽമെറ്റ് വെച്ച് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ നീ ഒന്ന് പോയിട്ട് വാ, കാര്യം അറിയാലോ, പിന്നെ അച്ഛനും സന്തോഷമാവും. ലീവില്ലടോ എനിക്ക്, നോക്കട്ടെ 2 ദിവസം കൂടെ, എന്നിട്ട് ആലോചിക്കാം. നീ ഇനി ഇതും കൂടെ കയറ്റി തലയിൽ വെക്കണ്ട. ആവശ്യത്തിലധികം പ്രശ്നങ്ങൾ നിനക്ക് ഇപ്പോൾ തന്നെയുണ്ട്. ഇതൊക്കെ ഞാൻ ശരിയാക്കാം കേട്ടോ. ഹോസ്റ്റലിന് മുമ്പിൽ അവളെ ഇറക്കി വിട്ട് കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ആരാടോ ഫോണിൽ ഉച്ചത്തിൽ കയർത്തുകൊണ്ടിരിക്കുന്ന സാക്ഷിയെയും ബെഡിൽ മുഖം പൊത്തിക്കരയുന്ന ദേവികയെയുമാണ് അതിഥി മുറിയിലെത്തിയപ്പോൾ കണ്ടത്. ആരോടോ ഫോണിൽ ഉച്ചത്തിൽ കയർത്തുകൊണ്ടിരിക്കുന്ന സാക്ഷിയെയും ബെഡിൽ മുഖം പൊത്തിക്കരയുന്ന ദേവികയെയുമാണ് അതിഥി മുറിയിലെത്തിയപ്പോൾ കണ്ടത്. അവനെന്താ വിചാരിച്ചത്? അവൻ്റെ മറ്റേ ഭീഷണിയിൽ നമ്മളങ്ങ് വീണു പോകുന്നോ? അവനെന്നെ ശരിക്കും അറിയത്തില്ല. സാക്ഷി ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്ത് അക്ഷമയോടെ റൂമിൽ നടക്കാൻ തുടങ്ങി. എന്താ പുതിയ പ്രശ്നം? അതിഥി നെറ്റിയിൽ കൈവച്ച് 2 പേരോടുമായി ചോദിച്ചു. അവൻ്റെ കയ്യിൽ അവരുടെ പ്രൈവറ്റ് ഫോട്ടോസ് ഉണ്ടെന്ന്, അത് ഇവളുടെ വീട്ടുകാരെ കാണിക്കും, പുറത്തു വിടും എന്നൊക്കെയാ ഭീഷണി. ഞാനപ്പോൾ ഇവളുടെ മുറിയിലേക്ക് പോയില്ലെങ്കിൽ ഇവളത് വീണേനെ. ചേച്ചി, അവൻ പറഞ്ഞാൽ അതുപോലെ ചെയ്യും. എൻ്റെ വീട്ടിലിറങ്ങിയ അച്ഛനും അമ്മയും മരിച്ചു കളയും ചേച്ചി. ദേവു പൊട്ടിക്കരഞ്ഞു. ആദ്യം നിനക്കാണ് 2 കിട്ടേണ്ടത്. ഇതൊക്കെ പറഞ്ഞാൽ നിന്നെ പേടിപ്പിക്കാമെന്ന് അവന് നന്നായിട്ടറിയാം. ഒറ്റത്തവണ നീയൊന്ന് എതിർത്ത് നോക്ക് ദേവു. ഇതൊന്നും നിന്നെ ബാധിക്കില്ലെന്ന് കാണിച്ചു കൊടുക്ക്, പിന്നെ അവൻ വരികയില്ല. സാക്ഷി അവൾക്ക് ധൈര്യം കൊടുത്തു. പക്ഷേ ഇതെന്നെ ബാധിക്കുമല്ലോ ചേച്ചി. അത് നമുക്കല്ലേ അറിയൂ, അവനറിയില്ലല്ലോ. പിന്നെ ഇങ്ങനൊരു പെൺകുട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്താൽ അകത്ത് കിടക്കുമെന്ന് അറിയാത്ത പോട്ടനൊന്നും അല്ലല്ലോ അവൻ. അല്ലെങ്കിലും ഇതൊന്നും ഇപ്പോൾ ഒരു വലിയ വിഷയം പോലും അല്ല ദേവു. ചിലപ്പോൾ വീട്ടിൽ ഇതൊക്കെ അറിഞ്ഞാൽ അവർ നിൻ്റെ കൂടെ നിൽക്കും. സ്വന്തം മകളെ ഒരുത്തൻ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് കണ്ട് വീട്ടുകാർ മിണ്ടാതിരിക്കുമോ? നമുക്ക് നോക്കാം അവൻ എന്ത് ചെയ്യുമെന്ന്. ഇനി വിളിച്ചാൽ നീ ഫോൺ എടുത്ത് നല്ലോണം 2 വർത്താനം പറയണം. ഇങ്ങനെ പേടിച്ചിട്ടല്ല. സാക്ഷി അവളെയും കൂട്ടി ചായ കുടിക്കാൻ മെസ്സിലേക്ക് പോയി. ഇതിൻ്റെ ഇടയിൽ കണ്ണൻ്റെ കാര്യം സാക്ഷിയോട് പറയാൻ അതിഥിക്ക് തോന്നിയില്ല. അവൾ രാത്രി കിടക്കുന്നതിന് മുൻപേ അവൻ വീട്ടിൽ നിന്നിറങ്ങി ട്രെയിൻ കയറിയെന്ന് ഉറപ്പ് വരുത്തി. ലയയെ വിളിച്ച് പറഞ്ഞു. ഒരുപാട് പ്രശ്നങ്ങൾ, വിഷമങ്ങൾ എല്ലാം വരുമ്പോൾ ഒന്നും ആലോചിക്കാതെ കിടന്നുറങ്ങുന്നതാണ് ഏറ്റവും നല്ല കാര്യമെന്ന് അവൾക്ക് തോന്നാറുണ്ട്. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ പ്രശ്നമൊന്നും തീർന്നില്ലെങ്കിലും ഒരു ഭാരം കുറഞ്ഞ പോലെ തോന്നും. അതിനെ നേരിടാൻ എന്തെങ്കിലുമൊക്കെ വഴി തെളിഞ്ഞ് കാണും. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളൊന്നും സ്വന്തമായി കാണരുതെന്ന് അമ്മ എപ്പോഴും പറയും. പക്ഷേ അവൾക്കൊരിക്കലും അതിന് കഴിയാറില്ല. പ്രിയപ്പെട്ടവരുടെ കണ്ണ് നിറയുമ്പോൾ അത് കണ്ട് വെറുതെ ഇരിക്കാൻ അവൾക്ക് കഴിയാറില്ല. ശരൺ അന്ന് രാത്രി അച്ഛനുമായി സംസാരിച്ചിരുന്നതിനാൽ അവൾ പതിവിലും നേരത്തെ കിടന്നു. പിറ്റേന്ന് ഓഫീസിൽ ലീവ് എടുത്താലോ എന്ന് അവൾ ആലോചിച്ചെങ്കിലും റൂമിൽ ഒറ്റയ്ക്കിരുന്നാൽ ഓരോന്ന് ആലോചിച്ച് വീണ്ടും തലവേദനയാകുമെന്ന് ഉറപ്പുള്ളതിനാൽ അവൾ ഓഫീസിലേക്ക് പോകാൻ റെഡിയായി. അതിഥി, ഞാനിന്ന് ലേറ്റ് ആവട്ടോ, സിദ്ധിൻ്റെ കൂടെ ഒരു പാർട്ടിക്ക് പോകാനുണ്ടേ. ഓഫീസ് ബാഗിൽ ഇടയ്ക്ക് ഇടാറുള്ള ഡ്രസ്സ് എടുത്ത് വയ്ക്കുന്നതിനിടെ സാക്ഷി പറഞ്ഞു. പൊതുവേ സിദ്ധിൻ്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞാൽ കളിയാക്കി പുറകെ കൂടാറുള്ള അതിഥി അതിന് മറുപടിയൊന്നും പറയാതെ തലയാട്ടുക മാത്രം ചെയ്ത് ധൃതിയിൽ ആരെയോ ഫോൺ വിളിച്ച് പടികളിറങ്ങുന്നത് സാക്ഷി അല്പം സംശയത്തോടെ നോക്കി നിന്നു. എല്ലാം ഓക്കെ അല്ലേ കണ്ണാ? കണ്ണൻ്റെ ഫോൺ സ്വിച്ച് ഓഫാക്കി വെച്ചതിനാൽ അവൾ നിഹാലിൻ്റെ ഫോണിൽ വിളിച്ച് കാര്യം അന്വേഷിച്ചു. ഞങ്ങൾ ട്രെയിനിലാണ് ചേച്ചി. നാളെ ഉച്ചയോടെ അവിടെ എത്തും. വീട്ടിലിപ്പോൾ എന്താ അവസ്ഥയെന്ന് എനിക്ക് ആലോചിക്കാൻ വയ്യ. ഞാൻ ഇറങ്ങിപ്പോയെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും. അച്ഛനോട് അമ്മ എല്ലാം പറഞ്ഞിട്ടുണ്ടാവും. ചേച്ചിയെ വിളിച്ചോ ആരെങ്കിലും? അവൻ്റെ ശബ്ദത്തിൽ അപ്പോഴും പേടിയുണ്ടായിരുന്നു. ഇല്ലടാ, ഞാൻ രാവിലെ വീട്ടിൽ വിളിച്ചപ്പോഴും അമ്മ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ചിലപ്പോൾ അവരോടൊന്നും പറഞ്ഞു കാണിയല്ല. അമ്മായിയെ ഞാൻ വിളിച്ചാൽ ശരിയാകുകയില്ല. ഒരിക്കലും മെസ്സേജ് പോലും അയക്കാത്ത ഞാൻ ഇന്ന് വിളിച്ചാൽ അവർക്ക് സംശയം തോന്നും. നമുക്ക് നോക്കാം. ഞാൻ നിൻ്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ ഇട്ടിട്ടുണ്ട്. ഫുഡ് എന്തെങ്കിലും വാങ്ങി കഴിക്കുക രണ്ടാളും. എൻ്റെ വണ്ടി വന്നു, ഞാൻ പിന്നെ വിളിക്കാം. അവൾ കാറിൽ കയറുന്നതിന് മുൻപേ ഫോൺ കട്ട് ചെയ്തു. എടോ സാക്ഷി, നീ ഇന്ന് വൈകിയല്ലേ വരുള്ളൂ? നീ അതുവരെ റൂമിൽ പോയി ഒറ്റയ്ക്ക് ഇരിക്കണ്ടേ? ഫ്ലാറ്റിലേക്ക് പോവാ. അവൾ വരുമ്പോഴേക്കും ഞാൻ കൊണ്ടുപോയി ആക്കാം. വാ അതിഥി, നമുക്കിന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. ശരണിൻ്റെ കൂടെ ചായ കുടിക്കാൻ വന്ന സാമും ശരണിനെ പിന്താങ്ങി. അതെ, ചിക്കൻ ബിരിയാണി കഴിക്കാൻ പറ്റിയ അവസ്ഥയിലാണ് ഞാനിപ്പോൾ. അവൾ ചിരിച്ചുകൊണ്ട് ശരണിനെ നോക്കി. അവസ്ഥയെല്ലാം നമുക്ക് ശരിയാക്കാം. അപ്പോൾ വൈകിട്ട് ഫ്ലാറ്റിൽ കാണാം. സാം ബൈ പറഞ്ഞ് ഓഫീസിലേക്ക് നടന്നു.
അവനോടൊപ്പം ഇറങ്ങിയ ശരണിനെ അവൾ പിടിച്ചിരുത്തി. കുറച്ച് കഴിഞ്ഞ് പോവാം. എടോ, എനിക്ക് വർക്കുണ്ട്, പോകണം. പ്ലീസ്, ഒരു 10 മിനിറ്റ് നമുക്ക് വെറുതെ നടന്നിട്ട് വരാം. അവൾ അവൻ്റെ കൈ പിടിച്ച് പുറത്തേക്ക് നടന്നു. നിനക്ക് ഓർമ്മയുണ്ടോ, ഇവിടെ വെച്ചാണ് നീ എനിക്ക് ആദ്യമായി പൂ തന്നത്? പിന്നെ നല്ല ഓർമ്മയുണ്ട്. ഡയറി വായിച്ചതിന് നീ എന്നെ ചീത്ത പറഞ്ഞതും ഇവിടെ വെച്ച് തന്നെയാണ്. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ച് നടന്നു. പോക്കറ്റിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഫോൺ എടുത്ത് സ്ക്രീനിൽ നോക്കി അവൾ പെട്ടെന്ന് തരിച്ചു നിന്നു. എന്തു പറ്റി? ആരാ ഫോണിൽ? ശരൺ ഫോൺ വാങ്ങി നമ്പർ നോക്കി. അമ്മയല്ലേ, നീ എടുക്ക്, കാര്യം ചോദിക്കേ. അമ്മ ഒരിക്കലും ഈ സമയത്ത് വിളിക്കില്ലടാ. കണ്ണൻ്റെ കാര്യം അറിഞ്ഞിട്ടാവും വിളിക്കുന്നേ. ഞാൻ എന്താ പറയുക? എടോ, കണ്ണൻ്റെ കാര്യം നിനക്ക് അറിയുമെന്ന് അമ്മയ്ക്ക് എങ്ങനെ അറിയാനാ? എന്തെങ്കിലും ചോദിച്ചാൽ നീ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കണം. ഫോൺ എടുക്കാതിരുന്നാൽ അവർക്ക് സംശയം തോന്നും. അവൻ നിർബന്ധിച്ചപ്പോൾ വിറച്ചുകൊണ്ട് അവൾ ഫോൺ എടുത്തു. അമ്മു, നീ ഒന്ന് വീട്ടിലേക്ക് വരുമോ? ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അമ്മായി അമ്മാവനും ഏറെ വിഷമത്തിലാണ്. കണ്ണനെ കാണാനില്ല, വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഞാൻ എത്ര ചോദിച്ചിട്ടും രണ്ടാളും ഒന്നും പറയുന്നില്ല. കണ്ണൻ നിന്നെ വിളിച്ചോ? ഇല്ലല്ലോ. അവൻ ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ വല്ലയിടത്തും പോയതാവും. 2 ദിവസം കഴിഞ്ഞാൽ വന്നോളും. ഞാനിപ്പോൾ അവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? ഞാൻ അവൻ്റെ ഫ്രണ്ട്സിനെ ഒന്ന് വിളിച്ച് നോക്കാം. അവൾ ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു. അവൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ചു. ആർക്കും ഒന്നും അറിയത്തില്ല. അലമാരയിലുണ്ടായ സർട്ടിഫിക്കറ്റും അവൻ്റെ സാധനങ്ങളും എല്ലാം എടുത്താവും പോയത്. പോലീസിൽ പരാതി കൊടുത്താലോ എന്നാണ് എല്ലാവരും പറയുന്നത്. പോലീസിലോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ലമ്മേ. അവൻ വന്നോളും. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന് അവൾക്ക് ഏകദേശം ഉറപ്പായി. നീ ഇവിടെ വരെ ഒന്ന് വാ. അമ്മായിക്കും അമ്മാവനും അതൊരു ആശ്വാസമാകും. പിന്നെ കണ്ണൻ നീ ആയിട്ടല്ലേ കൂട്ട്. അവൻ എന്തെങ്കിലും നിന്നോട് പറഞ്ഞു കാണില്ലേ? കുടുംബത്തിനൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ കൂടെ നിൽക്കേണ്ടേ അമ്മു? അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും? വന്നിട്ട് നീ നാളെ തന്നെ തിരിച്ചു പോക്കോ. ഞാൻ പറയാം അവരോട്, നീ വരുമെന്ന് പറയാം. തിരിച്ചെന്തെങ്കിലും പറയുന്നതിന് മുൻപേ അമ്മ കോൾ കട്ട് ചെയ്തു. പോയില്ലെങ്കിൽ അത് പ്രശ്നമാവും. അമ്മയുടെ സംസാരം കേട്ടിട്ട് അമ്മായി ആരോടും കാര്യമൊന്നും പറഞ്ഞില്ലെന്ന് തോന്നുന്നു. ഞാൻ അവിടെ വരെ ഒന്ന് പോയാലോ? എന്താണ് അവരുടെ തീരുമാനം എന്നറിയാലോ? ഇനി അമ്മായി എന്നോടെന്തെങ്കിലും പറഞ്ഞാൽ അവരെ ഒന്ന് തണുപ്പിക്കാൻ പറ്റുമല്ലോ. അവൾ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ അവനെ നോക്കി. എടോ, നീ ഇപ്പോൾ നാട്ടിൽ പോയി വന്നതല്ലേ ഉള്ളൂ, ഇനിയും പോണോ? ശരണിന് വീണ്ടും അവളെ കാണാതിരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ വേഗം വരും. ഇന്ന് രാത്രി ബസ് കയറിയാൽ നാളെ രാവിലെ അവിടെ എത്തും. വൈകിട്ട് ഞാൻ തിരിച്ചു കയറും. ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ അവിടുത്തെ കാര്യം ആലോചിച്ച് സമാധാനം കാണിയല്ല. നിനക്കതാണ് ശരിയെന്ന് തോന്നുന്നെങ്കിൽ പോയിട്ട് വാ. അവൻ മനസ്സില്ലാ മനസ്സോടെ സമ്മതം മൂളി. 20-ാം അധ്യായം ഇവിടെ അവസാനിക്കുന്നു. 21-ാം അധ്യായവുമായി നാളെ കാണുന്നതുവരെ ഗുഡ് ബൈ.